മാതാപിതാക്കൾക്ക് എല്ലാ മക്കളോടും ഒരുപോലെ തന്നെയാകും സ്നേഹം. എന്നാൽ ഇളയ കുഞ്ഞുങ്ങൾ ചെറിയ കുറുമ്പ് കാണിച്ചാലും അവരൊന്ന് വീണാലും സാധാരണ അച്ഛനമ്മമാർ വഴക്ക് പറയുന്നത് മൂത്ത കുട്ടിയോടായിരിക്കും അല്ലേ? ആ സമയം അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ഈ മൂത്ത കുട്ടിക്ക് ഇളയാളോട് വിരോധം തോന്നാം. ചിലപ്പോൾ ആ സങ്കടം ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി മാറാം. തിരുവനന്തപുരം നേമത്ത് 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് അമ്മ വഴക്കു പറഞ്ഞതിൽ മനം നൊന്താണ്. ഒരു 4ാം ക്ലാസ്സുകാരി സ്വയം ജീവനൊടുക്കുമോ എന്ന് സംശയം തോന്നുന്നുണ്ടല്ലേ? എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് പരിശോധിക്കണം. ഇതോടൊപ്പം തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ +2 വിദ്യാർത്ഥിനിയെ ബലിയാടാക്കിയ കേസും, കോട്ടയത്ത് സാമ്പത്തിക തട്ടിപ്പിൽ ഒരു ബിഷപ്പ് പിടിയിലായ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പക ഒരു പെൺകുട്ടിയുടെ പഠനവും ഭാവിയുമാണ് തകർത്തത്. അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് പ്രചരിച്ചതോടെ +2 വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയായി. സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടതോടെ സത്യം പുറത്തു വന്നിരിക്കുന്നു. ഒടുവിൽ വ്യാജ പ്രചരണം നടത്തി വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം കിളിമാനൂർ RRVHSSലെ അധ്യാപികയായ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോലീസിൻ്റെ നടപടി. ഇതോടെ അധ്യാപികയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. കിളിമാനൂർ RRVHSSലെ +2 അധ്യാപിക CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ്. വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയാണ് വിദ്യാർത്ഥിനിയുടെ പഠനവും ഭാവിയും അനിശ്ചിതത്വത്തിലാക്കിയത്. അപമാനഭാരത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി. അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണമാണെന്ന് കണ്ടെത്തി. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. ചികിത്സയിലായതിനാൽ 4 മാസം സ്കൂളിൽ പോയില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഭയമായി. അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. നാണക്കേട് കാരണം മുടി മുറിച്ചു നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. ന്യൂസ് 18 തിരുവനന്തപുരം. പൊതുസമൂഹത്തിലേറെ ആദരിക്കപ്പെടുന്നവരാണ് അധ്യാപകർ. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനപ്പുറം നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടവരാണവർ. എന്നാൽ ഇക്കാലത്ത് പുതിയ തലമുറയ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ മാതൃകയാകുന്ന എത്ര അധ്യാപകരുണ്ട്? മലപ്പുറം കോട്ടക്കലിലുണ്ടായ സംഭവം അധ്യാപക സമൂഹത്തിനാകെ നാണക്കേടാണ്. ബസ്സിൽ വെച്ച് 15 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ ഒരു അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വേങ്ങര സ്വദേശി ഷഫീഖാണ് പിടിയിലായത്. സംഭവം കോട്ടക്കലിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് പെൺകുട്ടി അതിക്രമം നേരിട്ടത്. കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ നിന്ന് ബസ്സിൽ കയറിയ 15 വയസ്സുകാരിയെ ഷഫീഖ് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. സഹപാഠികൾക്കൊപ്പമാണ് വിദ്യാർത്ഥിനി ബസ്സിൽ കയറിയത്. വളാഞ്ചേരിയിൽ സുഹൃത്തുക്കളെല്ലാം ഇറങ്ങിയതിനു പിന്നാലെയായിരുന്നു അതിക്രമം. സഹപാഠികളെല്ലാം ഇറങ്ങിയതോടെ ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് ഇയാൾ കയറി പിടിക്കുകയായിരുന്നു. മാസ്ക് ധരിച്ചിരുന്നതിനാൽ പ്രതിയെ തിരിച്ചറിയാനായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണ മികവിലാണ് പ്രതിയെ കണ്ടെത്താനായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി.
കോട്ടക്കൽ വളാഞ്ചേരി റൂട്ടിലെ മുഴുവൻ CCTV ക്യാമറകളും പോലീസ് പരിശോധിച്ചിരുന്നു. PSC പരീക്ഷാ പരിശീലനം നടത്തുന്ന സ്ഥാപനത്തിലെ അധ്യാപകനാണ് പ്രതി വേങ്ങര അരിക്കുളം കല്ലൻ ഷഫീഖ്. ന്യൂസ് 18 തിരൂർ. ചെറിയ കുട്ടികളുടെ മനസ്സ് വേദനിക്കാൻ നിസ്സാര കാരണം മതിയല്ലേ? മാതാപിതാക്കളൊന്ന് വഴക്കു പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറം വേദന സമ്മാനിക്കും. മക്കളെ വഴക്കു പറഞ്ഞും ശിക്ഷിച്ചുമൊക്കെ വളർത്തണം. എന്നാൽ അതോടൊപ്പം അവരെ ചേർത്തു നിർത്താനും കണ്ണീരൊപ്പാനും മറക്കരുത് കേട്ടോ. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവം ഞെട്ടലുളവാക്കുന്നതാണ്. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ നേമം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേമം ശാന്തിവിള ശ്യാംലാൽ ലേഖ ദമ്പതികളുടെ മകളായ 9 വയസ്സുകാരിയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഇളയ സഹോദരി വീണിരുന്നു. ഇതിന്റെ പേരിൽ അമ്മ മൂത്ത കുട്ടിയെ ശകാരിച്ചു. ശ്യാംലാലും ലേഖയും ആശുപത്രിയിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു ഇത്. തങ്ങൾ തിരികെ എത്തുന്നതുവരെ ബഹളമുണ്ടാക്കരുതെന്ന് താക്കീത് നൽകിയിരുന്നു. ദമ്പതിമാർ ആശുപത്രിയിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. വഴക്കു പറഞ്ഞതിലുള്ള മനോവിഷമത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിനുള്ളിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നേമം ഗവൺമെന്റ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശാന്തിവിള ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂവെന്നും നേമം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വൃദ്ധ മാതാപിതാക്കൾ തനിച്ചാണ്. മക്കളൊക്കെ ഉണ്ടെങ്കിലും പ്രായമായാൽ മറ്റാരും തുണയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാലത്ത് അല്പം കുശലമൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കഴിയുന്നതല്ലേ നല്ലത്. എന്നാൽ ചില വീടുകളിൽ പരസ്പരം സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ദമ്പതികളുണ്ട്. മിണ്ടിയാൽ തന്നെ വഴക്കാണ്. പത്തനംതിട്ട കൂടലിൽ വൃദ്ധ ദമ്പതിമാർ വിഷം കടിച്ച് ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്. കൂടൽ സ്വദേശികളായ മോഹനനും ഭാര്യ മോഹനവല്ലിയുമാണ് ജീവനൊടുക്കിയത്. രാവിലെയാണ് കൂടൽ നെടുമൺകാവ് സ്വദേശിയും വിമുക്ത ഭടനുമായിട്ടുള്ള മോഹനനും ഭാര്യ മോഹനവല്ലിയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. മോഹനൻ വീട്ടിൽ വെച്ചും ഭാര്യ മോഹനവല്ലിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ വെച്ച് വിഷം കഴിച്ചതിനെ തുടർന്ന് അവശനിലയിലായ മോഹനവല്ലിയെ ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. തുടർന്ന് ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തുവെങ്കിലും അവിടേക്ക് പോകാൻ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ലഭിച്ചില്ല. 1 മണിക്കൂറോളം കോന്നി താലൂക്ക് ആശുപത്രിയിൽ കിടത്തിയ ശേഷമാണ് പിന്നീട് കോട്ടയത്തേക്ക് കൊണ്ടുപോയത്. യഥാസമയം ആശുപത്രിയിൽ എത്തിച്ചിട്ടും ചികിത്സ വൈകിയതാണ് മോഹനവല്ലി മരിക്കാൻ കാരണമെന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വീട്ടിൽ പതിവായി മോഷണം നടക്കുമ്പോൾ സാധാരണ വീടുമായി അടുപ്പമുള്ളവരെയോ അയൽവാസികളെയോ ആകാൻ സംശയിക്കുക. എന്നാൽ ആലപ്പുഴ കായംകുളത്തെ സാബു ഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് 14 പവൻ സ്വർണം നഷ്ടപ്പെട്ട കേസിൽ 1 വർഷത്തോളം പോലീസ് ഇരുട്ടിൽ തപ്പി. പലരെയും ചോദ്യം ചെയ്തെങ്കിലും സുന്ദരിയായ മരുമകളെ മാത്രം ആരും സംശയിച്ചില്ല. ഒടുവിൽ 1 വർഷത്തിന് ശേഷം കള്ളനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ബന്ധുവായ യുവതിയുടെ 11 പവൻ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ മരുമകൾ ഗോപികയെ ചോദ്യം ചെയ്തപ്പോഴാണ് പഴയ കേസിൻ്റെ ചുരുളഴിഞ്ഞത്. ഇതോടെ 2 കേസുകൾക്കും തുമ്പുണ്ടായി. കേസിൽ കായംകുളം സ്വദേശിനി ഗോപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
സാബു ഗോപാലന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ലോക്കറിൽ വെക്കാനായി ഗോപികയെ ഏൽപ്പിച്ച 11 പവൻ സ്വർണം കഴിഞ്ഞ 3-ാം തീയതി തിരികെ ലോക്കറിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപികയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു. മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് ഗോപിക താമസിക്കുന്ന സാബു ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള പ്രയാർ വടക്ക് പനക്കുളത്ത് പുത്തൻ വീട്ടിൽ അന്വേഷണം നടത്തി. തുടർന്ന് ഗോപികയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് സ്വർണം കണ്ടെടുക്കുകയായിരുന്നു. ഇതോടെ കഴിഞ്ഞ വർഷം സാബു ഗോപാലന്റെ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായ സംഭവത്തിലും പോലീസിന് സംശയം തോന്നി. വിശദമായ ചോദ്യം ചെയ്യലിൽ മകന്റെ ഭാര്യയായ ഗോപിക കുറ്റം സമ്മതിച്ചു. കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നാണ് 1 പവന്റെ 4 വളകളും 10 പവന്റെ മാലയും 1/2 പവൻ തൂക്കമുള്ള താലിയും ഉൾപ്പെടെ 14.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ അന്ന് കവർന്നത്. ഈ സ്വർണം വിൽപ്പന നടത്തി പണയത്തിലായിരുന്ന തന്റെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്തതായി ഗോപിക സമ്മതിച്ചു. കായംകുളം DYSP ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് 18 കായംകുളം. ആത്മീയരുടെ പേരിൽ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. സാധുക്കളായ മനുഷ്യരാകും ഇവരുടെ തട്ടിപ്പിന് പലപ്പോഴും ഇരകളാകുന്നത്. കോട്ടയത്ത് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് ഇവാഞ്ചലിക്കൻ സഭയുടെ ബിഷപ്പാണ്. കോട്ടയം മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കൂടുതൽ പേരിൽ നിന്ന് സമാനമായ രീതിയിൽ പണം തട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. കുറിച്ചി സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ പലതവണയായി തട്ടിയെടുത്തത്. 4 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പണം നൽകിയിട്ടും വിസ ലഭിക്കാതെ വന്നതോടെ പരാതിക്കാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് തട്ടിപ്പിൽ സ്ഥിരീകരണം വന്നത്. ഏപ്രിൽ 20 ശേഷം മെയ് 3-ാം തീയതി പാസ്പോർട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. അന്ന് നമ്മുടെ സിമെൻറ്റ് കവലയിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങി. അത് മെയ് 3-ാം തീയതി തൊട്ട് പലപ്പോഴായിട്ട് അക്കൗണ്ടിൽ നിന്ന് ഞാൻ 75,000, 90,000 അങ്ങനെ പല എമൗണ്ടുകളായിട്ട് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം 1 മാസമായിട്ടും വേറെ നമുക്ക് ഇത് പോകുന്നതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതായത് പണം അടച്ചെന്ന് പറഞ്ഞ റെസിപ്റ്റ് ചോദിച്ചു, അത് കിട്ടുന്നില്ല. പിന്നെ ഓൺലൈൻ സ്ക്രീൻഷോട്ട് ചോദിച്ചു, അതൊന്നും തരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ US പോകണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. പിന്നെ ബയോമെട്രിക്സ് അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചോദിക്കുമ്പോഴെല്ലാം നാളെയാകും അങ്ങനെ പറഞ്ഞ് നമ്മളെ 1 മാസത്തോളം ഇട്ട് വലിപ്പിച്ചു. കോട്ടയം മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് എന്ന പേരിലാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ഇത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ കൂടുതൽ ആളുകളിൽ നിന്ന് പണം വാങ്ങി സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക സൂചന. എൻ്റെ സുഹൃത്തിൻ്റെ മുഖേന ഈ സുനിൽ എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂരുകാരനാണ്. പുള്ളി 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ 2 മാസമായി ഇതുവരെ ഒരു അപ്ഡേഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ 5 ലക്ഷം രൂപ ഇപ്പോൾ നഷ്ടപ്പെട്ട് ഒരവസ്ഥയാണ്. പിന്നെ പുള്ളി മുഖാന്തരം തിരുവനന്തപുരം, എറണാകുളം അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഇന്ന് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും കേസൊന്നും ആ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടില്ല. അവരൊക്കെ അവരുടെ സ്വന്തം സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാം 2 ലക്ഷം, 4 ലക്ഷം അങ്ങനെ പല എമൗണ്ടുകളായിട്ട് പുള്ളി പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ചേട്ടൻ്റെ ടോട്ടൽ ഇത്ര ലക്ഷം രൂപയുടെ കേസ് ഓൾറെഡി പുള്ളി മണിമല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പരാതിക്കാർ പ്രതിയെ കോട്ടയത്തേക്ക് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയ ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. തട്ടിപ്പിൽ കൂടുതൽ പരാതികളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചിങ്ങവനം പോലീസ്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ അസമയത്ത് ആളുകളുടെ വരവും പോക്കുമുണ്ട്. അയൽക്കാരോ അപ്പാർട്ട്മെന്റ് ഉടമയോ ചോദിച്ചാൽ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസിന് എത്തുന്നവരെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പതിവായി പെൺകുട്ടികളും യുവാക്കളും എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചില സംശയങ്ങൾ ഉയർന്നു. ഒടുവിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോഴാണ് അവിടെ പെൺവാണിഭ ഇടപാടുകളാണ് നടക്കുന്നതെന്ന് വ്യക്തമായത്. കേസിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. ഏറെ നാളായി ഇവിടെ പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മലാപ്പറമ്പ് ഈയപ്പാടിയിലെ അപ്പാർട്ട്മെന്റിലാണ്
വൈകിട്ട് പോലീസ് റെയ്ഡ് നടത്തിയത്. സംഭവത്തിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. ഇതിൽ 2 പേർ ഇടപാടുകാരാണെന്ന് പോലീസ് പറയുന്നു. അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡിനെത്തിയത്. 2 വർഷത്തിലേറെയായി വാടകയ്ക്ക് കൊടുത്തിരുന്ന അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപം നിരവധി വീടുകൾ ഉള്ളയിടത്താണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ബഹ്റിനിൽ ഫുട്ബോൾ പരിശീലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയിരുന്നത്. 2 മാസം മുൻപ് ചില അയൽക്കാർ ഇവിടെ എത്തുന്നവരെക്കുറിച്ച് സംശയമറിയിച്ചപ്പോൾ അന്വേഷിച്ചിരുന്നതായി ഉടമ വ്യക്തമാക്കി. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ചില ബന്ധുക്കളെ കാണാനെത്തുന്നവരാണ് ഇതെന്നാണ് വീട് വാടകയ്ക്കെടുത്തവർ അന്ന് പറഞ്ഞത്. അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചിലർ പരാതി ഉയർത്തിയതിനെ തുടർന്ന് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവിടം. പിടിയിലായവരെ നടക്കാവ് സ്റ്റേഷനിൽ എത്തിച്ചു. ഏറെ നാളായി ഇവിടെ പെൺവാണിഭ സംഘം പ്രവർത്തിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പല ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് പ്രണയക്കെണിയും ലഹരിയുമൊക്കെ കുട്ടികളുടെ ജീവിതം തന്നെ തകർക്കാം. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവം ഒരു കുടുംബത്തെ മുഴുവൻ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു. പെൺകുട്ടിയെ വർഷങ്ങളായി ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പ്രതി ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. വൈലത്തൂർ സ്വദേശി ജുനൈദിനെ കൽപ്പകഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയാണ് അറസ്റ്റിലായത്. കുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കവർന്നതായും പോലീസ് പറയുന്നു. വൈലത്തൂർ പൊന്മുണ്ടം സ്വദേശിയാണ് പ്രതിയായ 24-കാരൻ ജുനൈദ്. പോക്സോ നിയമപ്രകാരം കേസെടുത്ത കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി പ്രണയം നടിച്ച് പെൺകുട്ടിയെ വർഷങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയ ജുനൈദ അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയാണ് പണവും സ്വർണ്ണാഭരണവും കൈക്കലാക്കിയത്. നിരന്തരമായ ഭീഷണിയിൽ ഭയന്ന് ആത്മഹത്യയുടെ വക്കിലായ കുടുംബം ഒടുവിൽ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ കുട്ടികളോട് സോഷ്യൽ മീഡിയയിലെ പ്രണയക്കെണിയെക്കുറിച്ച് പലപ്പോഴും ഉപദേശിക്കാറുണ്ടല്ലേ? എന്നാൽ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ മാത്രമേ ചിലർ പാഠം പഠിക്കൂ. തിരുവനന്തപുരം ചിറയൻകീഴിൽ 16-കാരിയെ പ്രണയച്ചതിക്ക് ഇരയാക്കിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കാസർഗോഡ് സ്വദേശിയാണ്. കേസിൽ കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വദേശി കാർത്തികേയൻ എന്ന അച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ സമാനമായ രീതിയിൽ കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ സബിത ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു പ്രതി കാർത്തികേയൻ എന്ന അച്ചു. തിരുവനന്തപുരം ചിറയൻകീഴ് പോലീസ് ഇൻസ്പെക്ടർ ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഒരാഴ്ച മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഇയാൾക്കെതിരെ ചിറയൻകീഴ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഇതോടെ നാട്ടിൽ നിന്ന് മുങ്ങിയ അച്ചു പല സ്ഥലങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ ശേഷമാണ് കാഞ്ഞങ്ങാട്ടെത്തിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് സംഘം പ്രതിയെ കണ്ടെത്തിയത്. ഇയാളെ ചിറയൻകീഴിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 കാസർഗോഡ്. ലഹരി മാഫിയയും ഗുണ്ടാ സംഘങ്ങളും നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നുണ്ട്.
തിരുവനന്തപുരം നേമത്തിന് സമീപം കണ്ണങ്കോട് ലക്ഷം വീട് കോളനി ലഹരി സംഘങ്ങളുടെ താവളമാണ്. ഇവിടെ പകലും രാത്രിയും പുറത്തിറങ്ങാൻ പോലും എല്ലാവർക്കും ഭയമാണ്. കഴിഞ്ഞ ദിവസം ലഹരി സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയത് നാട്ടുകാരിൽ ഭീതി പരത്തി. വിവരമറിഞ്ഞെത്തിയ നേമം പോലീസിന് നേരെയും കല്ലേറുണ്ടായി. കല്ലേറിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. അക്രമം നടത്തിയ കിരൺ, മിഥുൻ, വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടി. സംഘത്തിലെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഫോർട്ട് എസിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. ലഹരി ഉപയോഗിച്ചവർ പരസ്പരം നടത്തിയ അക്രമത്തിൽ കിരണിന് പരിക്കുണ്ട്. 10 പേരടങ്ങുന്ന സംഘം ലഹരി ഉപയോഗിച്ച ശേഷം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു. കിരണും മിഥുനും നേമം സ്റ്റേഷനിൽ റൌഡ് ലിസ്റ്റിൽപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ ആക്രമണത്തിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ബിനീഷ്, വിനീത് എന്നിവർക്ക് പരിക്കേറ്റു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം ആദിച്ചനെല്ലൂരിൽ ലോഡിറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. INTUC തൊഴിലാളികളുമായി ഉണ്ടായ സംഘർഷത്തിൽ ഡ്രൈവർക്കും സഹായിക്കും ക്രൂരമർദ്ദനമേറ്റു. ലോഡിറക്കുന്നത് ചോദ്യം ചെയ്ത തൊഴിലാളിയെ ഡ്രൈവറും സഹായിയും മർദ്ദിച്ചതാണ് പിന്നീട് വലിയ സംഘർഷത്തിന് കാരണമായത്. സംഭവത്തിൽ ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി. പിന്നീട് ഇരു കൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്ന് പോലീസ് അറിയിച്ചു. മർദ്ദന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കൊട്ടാരക്കരയിൽ നിന്നും ആദിച്ചനെല്ലൂർ ഫോർമേഴ്സ് സൊസൈറ്റിയിലേക്ക് വളമിറക്കാനായി എത്തിയതായിരുന്നു വാഹനം. ഡ്രൈവറായ പെരുമൺ സ്വദേശി രാജു സഹായിക്കും ഒരു തൊഴിലാളിക്കുമൊപ്പം ലോഡ് ഇറക്കുകയായിരുന്നു. ഇത് കണ്ടെത്തിയ INTUC തൊഴിലാളികളായ ഷിബു ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് ഇവരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു. പ്രകോപിതരായ ഡ്രൈവറും ക്ലീനറും ഷിബുവിനെ മർദ്ദിക്കുകയായിരുന്നു എന്ന് യൂണിയൻ തൊഴിലാളികളുടെ പരാതിയിൽ പറയുന്നു. തുടർന്ന് സംഭവം അറിഞ്ഞെത്തിയ INTUC പ്രവർത്തകർ ഇരുവരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്നത്. മറ്റു തൊഴിലാളി സംഘടനാ പ്രവർത്തകരും സ്ഥലത്തെത്തിയാണ് ഇരു കൂട്ടരെയും പിടിച്ചുമാറ്റിയത്. ഇരുവിഭാഗവും ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 6 ചാക്ക് വളമായിരുന്നു ഇറക്കേണ്ടിയിരുന്നത്. ലോഡിംഗ് തൊഴിലാളികളെ വിളിച്ചപ്പോൾ വരാഞ്ഞതിനാലാണ് തങ്ങൾ ലോഡ് ഇറക്കിയതെന്ന് ഡ്രൈവറുടെ പരാതിയിൽ പറയുന്നു. അതേസമയം ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിന്റെ ചുരുളഴിഞ്ഞത് 1.5 പതിറ്റാണ്ടിന് ശേഷമാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രതി പാണത്തൂർ സ്വദേശി ബിജു പൗലോസിനെ പിടികൂടിയെങ്കിലും ഇനിയും ചില തെളിവുകൾ കൂടി കണ്ടെത്താനുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കടത്താൻ ഉപയോഗിച്ച ജീപ്പ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. പ്രതി ബിജു ഉപയോഗിച്ച ജീപ്പാണ് ബന്ദടുക്കയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ ഹർജി കോടതി തള്ളി. TTC പഠനത്തിന് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് മൃതദേഹം കടത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ജീപ്പ് ക്രൈംബ്രാഞ്ച് സംഘം
ബന്തെടുക്കയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ പ്രതിയായ പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പോലോസ് നേരത്തെ ഉപയോഗിച്ച ജീപ്പാണ് ഇത്. കൃത്യം നടത്തിയതിനു ശേഷം ഇയാൾ ജീപ്പ് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് മടിയനിൽ ബിജു പൗലോസ് വാടകയ്ക്കെടുത്തു കൊടുത്ത മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്നും തുടർന്ന് മൃതദേഹം ഈ ജീപ്പിൽ കയറ്റി പാണത്തൂർ പവിത്രങ്കയത്തെത്തിച്ച് പുഴയിൽ ചവിട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഇത് കൊലപാതകമാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. 15 വർഷത്തിനു ശേഷമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തുടരന്വേഷണത്തിനായി പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. നുണപരിശോധനയ്ക്ക് പ്രതി വിസമ്മതിച്ചതാണ് ഹർജി തള്ളാൻ കാരണം. 2010 ജൂൺ 6-നാണ് പെൺകുട്ടിയെ കാണാതായത്. കഴിഞ്ഞ മാസമാണ് ബിജു പോലോസിനെ മടിക്കേരിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നും ഓട്ടോറിക്ഷ മോഷ്ടിച്ച കേസിന്റെ അന്വേഷണം എത്തിയത് പത്തനംതിട്ടയിലാണ്. വാഴമുട്ടം കുരിശടിയിലെ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരൻ്റെ മോഷണങ്ങൾ പുറത്തറിയുന്നത്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അനന്തകൃഷ്ണൻ പോലീസിന്റെ പിടിയിലായത്. പോലീസ് എത്തുമ്പോൾ ഇയാൾക്കൊപ്പം കാമുകിയുമുണ്ടായിരുന്നു. ഇതോടെ നിരവധി കേസുകൾക്കാണ് തുമ്പുണ്ടായിരിക്കുന്നത്. മെയ് 30 പുലർച്ചെയാണ് പത്തനംതിട്ട വാഴമുട്ടം സെന്റ് ബെഹനാൻസ് പള്ളി കുരിശടിയുടെ ചില്ലുകൾ തകർത്ത് മോഷണശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങളിൽ ഓട്ടോറിക്ഷയിലെത്തിയ ആളാണ് മോഷ്ടാവെന്ന് പോലീസ് കണ്ടെത്തി. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് മെയ് 28-ന് മലപ്പുറം കുറ്റിപ്പുറത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ മോഷണം പോയ വിവരം കൂടി ലഭിക്കുന്നത്. വാഹനത്തിന്റെ ഉടമ വിവരങ്ങൾ കുറ്റിപ്പുറം പോലീസിന് കൈമാറിയതോടെയാണ് അന്വേഷണം പത്തനംതിട്ടയിലെത്തിയത്. ഞാൻ ഈ 28-ാം തീയതി രാത്രി 28-ാം തീയതി വണ്ടി കൊണ്ട് സൈഡാക്കിയതാണ്. വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് പറമ്പിൽ. രാവിലെ 29-ാം തീയതി രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി കാണാനില്ല. ഒരു അന്വേഷണത്തിലൂടെ അവൻ്റെ ഉള്ളിലുള്ള ആളെ കണ്ടെത്തി. ഇവനവിടെ രാത്രി 11:30 മണിക്ക് അവിടെ വന്നിരുന്നുള്ള ന്യൂസ് കേട്ടു. ഏകദേശം നമ്മളൊരു രൂപം വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പോലീസുകാർ അന്വേഷിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോ ഞങ്ങൾ വിട്ടുകൊടുത്തിന്. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പഴയത്. അവൻ്റെ അയൽവാസി തന്നെയാണ്, തൊട്ട അയൽവാസിയാണ് ആള്. ഞാൻ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴൊക്കെ അവന് 24 മണിക്കൂറും ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം. നമ്മൾ പ്രതീക്ഷിക്കൂലല്ലോ. വാഴമുട്ടത്തിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നുമാണ് ഓട്ടോറിക്ഷ മോഷ്ടിച്ച 21-കാരനായ അനന്തകൃഷ്ണനെയും കാമുകിയെയും പോലീസ് കണ്ടെത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ 2 ബൈക്കുകൾ കൂടി പത്തനംതിട്ടയിലെത്തിയ ശേഷം മോഷ്ടിച്ചതായി പ്രതി സമ്മതിച്ചു. മുൻപ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അനന്തകൃഷ്ണൻ. വാഹനങ്ങളുടെ പൂട്ട് പൊളിച്ച് വയറുകൾ പ്രത്യേക രീതിയിൽ കൂട്ടിയോജിപ്പിച്ചാണ് ഇയാൾ വാഹനം സ്റ്റാർട്ടാക്കി കിടക്കുന്നതെന്ന് പോലീസ് പറയുന്നു. ഏകദേശം ഒരു 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഓട്ടോയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് ഓട്ടോയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഓട്ടോ ഐഡന്റിഫൈ ചെയ്ത് അത് ചേസ് ചെയ്ത് അതിൻ്റെ പ്രതിയെ വെരിഫൈ ചെയ്തു. അനന്തകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. 21 വയസ്സ്. അയാൾ തൃപ്പാരൂർ കുറ്റിപ്പുറം സ്വദേശി. അവിടെ വെച്ച് ഓൺലൈനായിട്ട് ഒരു കുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഇവിടെ വന്ന് അതിനുമായിട്ട് പരിചയപ്പെട്ടുള്ളത് താമസിക്കുകയും. അപ്പോൾ തുടർന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഓട്ടോറിക്ഷ കുറ്റിപ്പുറത്തുനിന്ന് മോഷണം ചെയ്തൊരു ഓട്ടോറിക്ഷയാണ്. അതിനവിടെ ക്രൈം കേസുണ്ട്. ഓട്ടോ കേസിലേക്ക് ഇവിടുത്തെ കേസിലേക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. നീ ഒരു പെണ്ണല്ലേ, കൂടുതൽ വിളയണ്ട, തല്ലിക്കൊന്ന് കാട്ടിൽ തള്ളും. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെതിരെ ഇങ്ങനെ വധഭീഷണിയും അസഭ്യവർഷവും നടത്തിയത് പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫാണ്. ഒരു സ്ത്രീക്ക് നേരെ കൊലവിളി നടത്തിയിട്ടും പരാതി നൽകിയിട്ടും പോലീസ് നോക്കുകുത്തിയാണ്. സാന്ദ്ര തോമസിനും പിതാവിനുമെതിരെ വധഭീഷണി മുഴക്കിയ റെനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒടുവിൽ DGPക്ക് സാന്ദ്ര പരാതി നൽകിയിരിക്കുന്നു. സംഭവം വിവാദമായതോടെ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന്
റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് റെനി ജോസഫ് സാന്ദ്രയെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയത്. 400 അംഗങ്ങളുള്ള ഫെഫ്കയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും റെനി ജോസഫ് ഭീഷണി സന്ദേശമിട്ടു. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ്. അസോസിയേഷനോട് പറയാണ്, വിടൂല്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടി ഞാനടിക്കും, കൊല്ലും, തല്ലിക്കൊന്ന് ജയിലിൽ പോകും. വിവാദമായതിന് പിന്നാലെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ നടപടിയെടുത്തത്. റെനി ജോസഫിനെ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാർച്ചിൽ സന്ദേശം ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ റെനിയെ താക്കീത് ചെയ്തുവെന്നും സംഘടന. സാന്ദ്രയുടെ അച്ഛനെയും ഇയാൾ അസഭ്യം പറയുന്നുണ്ട്. പാലാരിവട്ടം പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് സാന്ദ്രയുടെ പരാതി. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം അതിന് കാരണമെന്നും സാന്ദ്ര ആരോപിക്കുന്നു. എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ, ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, രാത്രിയായി, കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ. കാര്യം എനിക്ക് 2 കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം SIT വിളിച്ച് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ വേഗം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു. കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്ന സാന്ദ്രയുടെ പിതാവ് തോമസ്. അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് അതുമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേന് ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് നിയമപരമായിട്ട് പോകാം, പോലീസിനെയും കോടതിയും ഇത് ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഇതും ഉണ്ടായിട്ടില്ല, നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്. പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട DGPക്കും വിജിലൻസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ്. ന്യൂസ് 18 കൊച്ചി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവം ക്ഷേത്ര ജീവനക്കാരെ സംശയനിഴലിൽ നിർത്തുന്നതാണ്. കാണാതായ സ്വർണ്ണദണ്ട് പിന്നീട് ക്ഷേത്ര കോമ്പൗണ്ടിലെ മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും അത് എങ്ങനെ അവിടെ എത്തിയെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇതോടെ ജീവനക്കാർക്ക് നുണപരിശോധന നടത്താൻ പോലീസിൻ്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് ഫോർട്ട് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ അപേക്ഷ നൽകി. അതേസമയം ക്ഷേത്ര ജീവനക്കാർ സ്വർണം കവരില്ലെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ പറഞ്ഞു. വൻ വിവാദമായ സംഭവത്തിലാണ് പോലീസ് നുണപരിശോധന നടത്താൻ തയ്യാറെടുക്കുന്നത്. 6 ക്ഷേത്ര ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. ഫോർട്ട് പോലീസ് ഇതിനായി വഞ്ചിയൂർ കോടതിയിൽ അപേക്ഷ നൽകി. 108 ഗ്രാം സ്വർണം കാണാതായ ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്ന് കിട്ടിയതിലാണ് നടപടി. സ്വർണം കാണാതായതിന് പിന്നിൽ ജീവനക്കാർക്കിടയിലെ ഭിന്നതയാണോ എന്ന സംശയമുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി വാതിൽ സ്വർണം പൂശാൻ കരുതിയിരുന്ന കാഡ്മിയം ചേർത്ത ദണ്ടാണ് കാണാതാവുകയും പിന്നീട് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തത്. CCTV ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് സ്വർണം കണ്ടെത്തിയത് എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ജീവനക്കാർ സ്വർണം കവരുമെന്ന് താൻ കരുതുന്നില്ലെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ പ്രതികരിച്ചു. അതൊരു അബദ്ധം പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബാഗിൽ നിന്ന് അത് സ്ലിപ്പായി താഴെ വീണ് മണ്ണിൻ്റെ അടിയിൽ പോയതാണ്. അല്ലാതെ ക്ഷേത്ര ജീവനക്കാർ ഒരിക്കലും ഒരു കാരണവശാലും ഒരു തരി സ്വർണമോ ഒന്നും അവർ മോഷ്ടിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ പലപ്പോഴും കാണാതായിട്ടുണ്ട്. പരാതി ഉയർന്നാൽ മാത്രം ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് കണ്ടെത്തുന്ന വിചിത്ര രീതിയുണ്ടെന്ന് ക്ഷേത്രം കർമ്മചാരി സംഘം ഉൾപ്പെടെ സംഘടനകൾ ആരോപിക്കുന്നു. ഏറ്റവും ഒടുവിൽ സ്വർണം കാണാതായ സംഭവത്തിൽ 8 ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
നാട്ടിൽ കലാപം സൃഷ്ടിക്കാനും വർഗീയ സംഘർഷമുണ്ടാക്കാനും ശ്രമം നടത്തുന്ന സാമൂഹ്യ ദ്രോഹികളുണ്ട്. ഇങ്ങനെയൊരു സംഭവം കാസർഗോഡുണ്ടായി. 2 അംഗ സംഘം കലാപം ലക്ഷ്യമിട്ടാണ് ഉറൂസിൻ്റെ പ്രചരണ ബോർഡ് തകർത്തത്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചമ്പള്ള നഗർ സ്വദേശി ഫായിസ്, അടുക്ക സ്വദേശി അബ്ദുൾ ഷരീഫ് എന്നിവരെ വീട് വളഞ്ഞാണ് പോലീസ് പിടികൂടിയത്. ഉറൂസിന്റെ ഭാഗമായി സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ തകർത്ത കേസിലാണ് പ്രതികളെ പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയത്. പച്ചമ്പള്ള നഗറിലെ ഫായിസ്, അടുക്ക വീരനഗറിലെ അബ്ദുൾ ഷരീഫ് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതികളെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പച്ചമ്പള്ളത്ത് സ്ഥാപിച്ച ഒളയം മഖാം ഉറൂസിന്റെ ബോർഡാണ് ഇരുവരും ചേർന്ന് നശിപ്പിച്ചത്. സംഭവത്തിൽ മെയ് 1 പോലീസ് കേസെടുത്തതോടെ പ്രതികൾ മുങ്ങി. ഫായിസ് ആയിരുന്നു ഫ്ലക്സ് കീറിയത്. കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നാട്ടിൽ ലഹളയുണ്ടാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് മുംബൈയിലായിരുന്നു ഷെഫീഖ്. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിനാണ് ഷെഫീഖിനെ അറസ്റ്റ് ചെയ്തത്. നാട്ടിൽ പ്രശ്നമില്ലെന്നറിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. ന്യൂസ് 18 കാസർഗോഡ്. IPL കിരീടത്തിന്റെ ആവേശമടങ്ങും മുമ്പേ വന്നെത്തിയ ദുരന്തം ക്രിക്കറ്റ് ആരാധകരിൽ ഞെട്ടലുളവാക്കിയതാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ 4 പേർ അറസ്റ്റിലായിരിക്കുന്നു. RCB മാർക്കറ്റിംഗ് മേധാവി, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധി എന്നിവരടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ RCB മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികൾ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. പിന്നാലെയാണ് കേസിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസാല, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA-യുടെ പ്രതിനിധി സുനിൽ മാത്യു, കിരൺ, സുമന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കേസെടുത്തതിന് പിന്നാലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിൽ പോയെന്നും പോലീസ് വ്യക്തമാക്കി. RCB-യുടെ കന്നി IPL കിരീട നേട്ടത്തിന് പിന്നാലെ നടന്ന ആഘോഷ പരിപാടിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കർണാടക ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 10-നകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അതേസമയം ബംഗളൂരു പോലീസ് കമ്മീഷണർ B. ദയാനന്ദൻ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ, ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ കമ്മീഷണർ, DCP, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, കബ്ബൺ പാർക്ക് പോലീസ് ഇൻസ്പെക്ടർ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. എന്നാൽ സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തിയിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും കപ്പിൽ മുത്തം നൽകി ഫോട്ടോ എടുക്കാനാണ് DK ശിവകുമാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ മോഷ്ടിച്ചു കൊണ്ടുപോയ കേസിൽ ഒരാൾ പിടിയിൽ. ഡൽഹി സ്വദേശി 19-കാരനായ മുഹമ്മദ് ഷെയ്ദുളാണ് പിടിയിലായത്. മോഷണത്തിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി നെടുംകണ്ടത്ത് ഭൂമി കയ്യേറ്റത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സ്ഥാപനം വീണ്ടും സീൽ ചെയ്ത് സർക്കാർ ഭൂമിയെന്ന ബോർഡ് പുനഃസ്ഥാപിച്ചു. 4 കിലോ കഞ്ചാവുമായി അസം സ്വദേശിയെ കായംകുളം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി. പിടിയിലായത് അസം ദേശ്പൂർ സ്വദേശി റിയാദുൾ ഇസ്ലാം.
കണ്ണൂർ പഴയങ്ങാടിയിൽ ലഹരിവേട്ട. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി 4 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സബാദ്, ഷബീർ, ഷമീൽ, മുഹമ്മദ് നസീൽ എന്നിവർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ ദുരഭിമാന കൊല. 17 വയസ്സുള്ള ആസ്ത എന്ന തനിഷ്കയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം തലയറുത്തുമാറ്റി മൃതദേഹം കനാലിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ അമ്മ രാകേഷ് ദേവി അറസ്റ്റിൽ. കൊലയ്ക്ക് കാരണം യുവാവുമായുള്ള പ്രണയബന്ധമെന്ന് പോലീസ്. മനസ്സിൽ വലിയ സങ്കടവും വിഷമവും ഉള്ളവരാണോ നിങ്ങൾ? ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണോ? ഇങ്ങനെയുള്ള സാഹചര്യം നമ്മളെ വിഷാദരോഗിയാക്കാം. ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോകാം. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് മാത്രമല്ലെന്നേ. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. മനസ്സിൽ ഒറ്റപ്പെടലോ ആത്മഹത്യാ പ്രവണതയോ ഉണ്ടായാൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യുക, നല്ല പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളോട് ഒന്ന് സംസാരിക്കുക. നമ്മളെ കാത്ത് എവിടെയെങ്കിലും ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടാകും. ഇക്കാലത്ത് വിഷാദരോഗവും ആത്മഹത്യാ നിരക്കും വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ദുരന്തം സംഭവിക്കാതിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.